ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. എന്തായാലും മഴയൊക്കെ വന്നെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ടൈറ്റ് ആവാനൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് മുൻകൂട്ടി നമുക്കതൊന്ന് ഗ്രീസിങ് നടത്തിയേക്കാം. ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ടയറിൻ്റെ കണ്ടീഷൻ ഈ സൈഡൊക്കെ ചെറുതായിട്ടൊരു തേമാനമുണ്ട് ഡ്രൈ സൈഡിലേക്ക്. പിന്നെ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ചെയിനുണ്ട്, ടൈറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സ്റ്റേണിൻ്റെ ബാറ്ററിയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് വോൾട്ട് 12.67 ആ റേഞ്ചിലുണ്ട്. വോൾട്ട് 12 വോൾട്ട് എന്ന് പറയുമ്പോൾ ആവറേജ് കുഴപ്പമില്ല, വോൾട്ട് ബേസിൽ കുഴപ്പമില്ല. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആംബിയർ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നോക്കുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനാണ് ഈ ആംബിയറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് എടുത്ത് കാണിക്കുന്ന കംപ്ലൈൻറ്റ്. വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, വേറെ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ ആംബിയർ കറക്റ്റ് ആണെങ്കിലാണ് സെൽഫ് എടുക്കാനായിട്ട് പക്ക ക്ലിയറായിട്ട് സെൽഫ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫ് വർക്ക് ചെയ്യണമെങ്കിൽ കൂടി തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം സെൽഫുമായി ബന്ധപ്പെട്ട്. അത് നമ്മുടെ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം ബാറ്ററിയുടെ ആണെന്നുള്ള ദിവസമാക്കാം. നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. കുറച്ചുകൂടി നല്ലത് വയ്ക്കുമ്പോൾ ആംബ്രോണിൻ്റെ ബാറ്ററി വയ്ക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിക്ക് തോന്നുന്നത് 5 ആംബിയർ എന്നുള്ളത് നിസ്സാര പൈസ വേരിയേഷൻ വരുള്ളൂ. 1 ആംബിയർ കൂടുതൽ 6 ആംബിയറിൻ്റെ ആംബ്രോണിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പവർ നമുക്ക് എൻജിൻ സ്റ്റാർട്ടിങ്ങിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും. നിസ്സാര റേറ്റ് വേരിയേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മിസ്സിങ്ങിൻ്റേതായിട്ടുള്ള ചെറിയൊരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. തന്നെയല്ല നമുക്കത് കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന ടൈമിലായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മളത് മീറ്റർ ചെക്ക് ചെയ്യാനായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നതാണ്. അപ്പോൾ കേബിൾ മാറ്റിയിട്ട് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോട്ടെ, വേറെ പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കേസ്, ഫ്രണ്ട് ടയർ നോക്കാം. ഫ്രണ്ട് ടയർ തീരെ തീർന്ന് നിൽക്കണം കേട്ടോ. അത് നെക്സ്റ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റണ കേസ് ശ്രദ്ധിച്ചോളാം. ഈ ടയറിൻ്റെ ഇത്രയും ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ബാക്ക് ടയർ നമുക്ക് ആ ഒരു ചെറിയൊരു ഒലച്ചിൽ പോലെ കാണുന്നത്. അതായത് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സെൻറ്റർ പോർഷനിലുള്ള കൂടുതൽ തേമാണ്. ഈ സൈഡ് ഇങ്ങനെ ഗ്രൂവ് എടുത്ത് പോകുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ നമുക്ക് അതിൻ്റെ MRFൻ്റെ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. TVSനേക്കാളൊക്കെ നിസ്സാര വേരിയേഷനാണ് വിലയിൽ വരുള്ളൂ. എന്നാൽ MRFോ അല്ലെങ്കിൽ MRFാണ് കുറച്ചുകൂടി നമുക്ക് യൂണിക്കോണും ബെറ്റർ. അത് പറ്റുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിടാം. ഫ്രണ്ടും ബാക്കും അത് യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. TVSനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്ന അതാണ്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് നോക്കണമുണ്ട്. ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുമ്പോൾ പാഡ് ഉണ്ട് നമുക്ക് നിലവിൽ. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറണം. കാരണം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഈ തവണ തന്നെ കഴിഞ്ഞാൽ നിൽക്കണേ. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. അതിനോട് ഏകദേശം അടുത്തായുണ്ട്. നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും മാറണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ പ്ലഗിൻ്റെ കേസാണ് മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ചെയ്യേണ്ടുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തന്നേക്കാം. ഇപ്പോൾ ബാറ്ററിയുടെ ഒന്നും നമ്മൾ ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട ബ്രേക്കിൻ മറ്റേ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പ്ലഗ്, ബാക്കിയത്തേക്ക് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നോക്കണം. പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല, നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ നമുക്ക് ഫ്യൂൽ ഫ്ലോട്ട് ടാങ്കിൽ വന്ന ഫ്ലോട്ട് യൂണിറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ്. B6 മോഡൽ ആയതുകൊണ്ടായിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. നെക്സ്റ്റ് സർവീസിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അടുത്ത സർവീസിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ. ആ ടയറിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടുന്ന MRF ഇടുന്നാലും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. യൂണിക്കോൺ മോഡലിന് കുറച്ചും കൂടി ലൈഫ് കൂടുതലും ബോഡിക്ക് സ്മൂത്തും കംപ്ലയിൻറ്റ്സ് കുറവും അതായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ഓക്കെ.